സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. പാവപ്പെട്ട മിസ്കീനത്തായ ഒരു പെണ്ണ് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. വളരെ പാവപ്പെട്ട ഒരു പെണ്ണ്. അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. ആദ്യം പെൺകുട്ടി ജനിക്കുന്നത് ഒരു ബർക്കത്താണെന്നാണ്. മിൻ യുംനിൽ മർഅ, ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല സൗഭാഗ്യമാണ് ആദ്യം ജനിച്ച കുട്ടി പെണ്ണാവുക എന്ന് പറഞ്ഞത്. വലിയ സൗഭാഗ്യമാണ്. അത് കിട്ടിയവരുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലാഹു മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞിടത്ത് ആദ്യം പറഞ്ഞത് പെൺകുട്ടികളെ കൊടുക്കുന്നതാണ്. പിന്നെ പറഞ്ഞു ആൺകുട്ടികളെ കൊടുക്കും. പിന്നെ പറഞ്ഞു ആണും പെണ്ണും കൊടുക്കും. പിന്നെ പറഞ്ഞു ചിലർക്ക് അല്ലാഹു കൊടുക്കില്ല. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. യഹബു ലിമൻ യശാഉ ഇനാസാ. വാസിലത്ത് ബിനുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, മിൻ യുംനിൽ മർഅ അൻ തലിദൽ ബിൻത അവ്വല. ഒരു പെണ്ണ് ആദ്യം ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ്. എന്തേ കാരണം? ഫഇന്നല്ലാഹ ബദഅ ബിഹാ, അല്ലാഹു മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞത് ആദ്യം പെൺകുട്ടിയെ കൊടുക്കുമെന്നല്ലേ. അപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ്, രണ്ടാമത്തതും പെൺകുട്ടിയാണ്, മൂന്നാമത്തതും പെൺകുട്ടിയാണ് എങ്കിൽ സ്വർഗത്തിന്റെ താക്കോൽ കൈ കിട്ടിയിട്ടുണ്ട്, പോയി തുറന്നാൽ മതി. സുബ്ഹാനല്ലാഹ്. അത് തൃപ്തിപ്പെടുകയും ആ മക്കളെ സ്നേഹത്തോടെ വളർത്തുകയും ചെയ്താൽ. പെണ്ണുങ്ങൾ എന്നെ വിത്തന ഉണ്ടാക്കുക. നിനക്ക് ആൺകുട്ടിയൊന്നും ഉണ്ടാവില്ലടി, നിനക്ക് എന്താ കുഴപ്പം? ചോദിക്കുന്നത് പെണ്ണാണ്, ചോദിക്കപ്പെടുന്നത് പെണ്ണാണ്, ജനിച്ചു കഴിഞ്ഞ കുട്ടിയും പെണ്ണാണ്. ഒരു വർഗസ്നേഹമില്ലാത്ത കൗമാണ് നമ്മൾ പെണ്ണുങ്ങൾ. ചില സമയത്ത് തോന്നുന്നു അവർക്ക് അവരെ തന്നെ വേണ്ട. പെണ്ണാണോ നമ്മളാ ചോദിക്കുന്നത്. ആര്? ഒരു പെണ്ണ്. ഇതും പെണ്ണാ ചോദിക്കുന്ന പെണ്ണ്, ഈ പെണ്ണെന്നല്ലേ എന്നങ്ങോട്ട് ചോദിച്ചാൽ മതി. ഇതിന് മറുപടി ആയിട്ട്. സുബ്ഹാനല്ലാഹ്. 3 പെൺമക്കളെ അല്ലാഹു ആർക്കെങ്കിലും നൽകുകയും ഫഅദ്ദബഹുന്ന, അവർക്ക് അച്ചടക്കം കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്താൽ നരകത്തിൽ നിന്ന് അവർ കാവലാണെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ചോദിച്ചു, നബിയെ 2 കുട്ടിയാണെങ്കിലോ? 2 പെൺകുട്ടിയാണ്. 2 ആണെങ്കിലും സഹാബി പറഞ്ഞു, 1 ആണോ എന്ന് ചോദിച്ചാൽ നബി തങ്ങൾ 1 ആണെങ്കിലും എന്ന് പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നു. പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഹസനാത്തുൻ, നന്മകളാണ്. തുസാബൂന അലൈഹ, നന്മകൾക്ക് അല്ലാഹു കൂലി തരും. പെൺകുട്ടികൾ ഉമ്മയെ വാപ്പയെ സ്നേഹിക്കുന്ന പോലെ ആൺകുട്ടികൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ആ സ്നേഹത്തെ ക്യാമ്പസ് കൊടുത്തു പോരും വേറെ ഏതോ പെണ്ണിന്. ഉമ്മനെ വാപ്പാനെ സ്നേഹിക്കാൻ കഴിയില്ല. പെൺകുട്ടികൾ ഉമ്മയെ വാപ്പയെ നോക്കുന്ന പോലെ. അൻഖാ ഖുലൂബ, ഖൽബ് വളരെ ശുദ്ധമായിരിക്കുന്ന. എല്ലാറ്റിലും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടാവും, അത് വേറെ വിഷയം. മുത്തനബി തങ്ങൾ പെൺകുട്ടികളെ വളർത്തുന്നവർക്ക് വലിയ കൂലിയാണ് കൊടുത്തത്. അവരെ വളർത്തുന്നവർക്ക് വലിയ പ്രതിഫലം. ഒരുപക്ഷേ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകൾക്കൊക്കെ പകരം അവരുടെ പെൺകുട്ടികളെ പോറ്റി വളർത്തുന്നത് കൊണ്ട് അല്ലാഹു വലിയ കൂലി കൊടുത്തേക്കും. പെൺകുട്ടികൾ എന്നത് നന്മയാണ്, നന്മക്ക് കൂലിയുണ്ട്. അങ്ങനെ ശറഅ് പറയാം. ആൺകുട്ടികൾ എന്ന് പറയുന്നത് നിഅമത്തുൻ, അനുഗ്രഹമാണ്. തുസ്അലൂന അൻഹാ, ആ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കും. എത്ര ആൺമക്കളുണ്ടായിട്ട് എത്ര പേർക്ക് ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്? എല്ലാവരും ബിസിനസ്മാൻ ആർക്കി, എല്ലാവരും BBAയും MBA ഒക്കെ കഴിഞ്ഞു. ആർക്കെങ്കിലും ഹിഫ്ദ് കൊടുത്തോ? ആരെങ്കിലും ഒരു കുട്ടിയെ ഹാലിമാക്കിയോ? നീ അല്ലാഹു ചോദിക്കും. അല്ലാഹു ചോദിക്കും. 2 കൂടെ കൊടുത്തോ? ദീൻ പഠിപ്പിച്ചോ? ചോദിക്കും. നിഅമത്തുൻ തുസാബ്, നിഅമത്തുൻ തുസ്അലൂന അൻഹാ. ആൺകുട്ടികൾ നിഅമത്താണ്. നിഅമത്തിനെ പറ്റി അല്ലാഹു പറഞ്ഞത് എന്താണ്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിഅമത്തിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ട്. പെൺകുട്ടികൾ എന്നത് നന്മയാണ്, ഹസനത്തുകളാണ്. തുസാബൂന അലൈഹാ, അതിന് കൂലിയാണ്. ചോദ്യമല്ല, കൂലിയാ. പെൺകുട്ടിയെ വളർത്തിയില്ലേ? അൽഹംദുലില്ലാഹ്. അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലേ? അച്ചടക്കം കൊടുത്തില്ലേ? കൂലി കൊണ്ടുപോയിക്കോ എന്ന് പറയും. ആയിഷ ബീവി പറയാണ്, 2 പെൺകുട്ടികളെ കയ്യിൽ താങ്ങിപ്പിടിച്ച് ഒരു ഉമ്മ എന്റെ വീട്ടിലേക്ക് വന്നു. ആ ഉമ്മ മിസ്കീനത്തായ പെണ്ണായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസുണ്ട്. യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവായവരെ. ആയിഷ ബീവിയെ വിളിക്കാം. മാ ദഖല ബുതൂനനാ,
ത്വആമുൻ മുൻദു 3 അയ്യാം. 3 ദിവസമായിട്ട് എന്റെയോ എന്റെ 2 പെൺകുട്ടികളുടെയോ വയറ്റിലേക്ക് ഒരു ഭക്ഷണവും കടന്നിട്ടില്ല. ഭക്ഷണം വേണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫബഹ്തു ഫീ ബൈത്തിൻ നബിയ്യ, ഞാൻ അവിടെ ഇങ്ങനെ തപ്പി നോക്കുമ്പോ വീട്ടിൽ ഫലം അജിദ് ഇല്ലാ 3 തമറാത്തിൻ, 3 കാരക്കയല്ലാതെ മറ്റൊന്നും എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല വീട്ടിൽ നിന്ന്. എന്താണ് ആ വീട് എന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ വന്ന് ചോദിക്കുക വല്ലതുണ്ടോ, പൈസ കെട്ടുണ്ടോന്നല്ലേ ചോദിക്കുന്നത്, ഭക്ഷണം ഉണ്ടോ? ഭക്ഷണം ഇല്ലെങ്കിൽ ഒരു ദീനാറോ ഒരു ദിർഹമോ കൊടുത്താൽ അവര് മതിവരോടെ സന്തോഷിക്കും. ഒന്നും കൊടുക്കാനില്ല. 3 കാരക്ക കിട്ടി. നമ്മൾ പറയും മക്കയിൽ കാരക്ക ഉണ്ടാണ് നാടല്ലേ മദീന, അതിനും പഞ്ഞമാണ് അവിടെ. 3 കാരക്ക, ഒരു പേക്ക് കിട്ടി, 3 കിലോ കിട്ടി എന്നല്ലേ പറഞ്ഞു. 3 കാരക്ക, അത്രേ അതേ കിട്ടിയുള്ളൂ. എന്താണ് ആ ജീവിതമൊക്കെ? സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ആഡംബരവും ആഡംബരത്തിന് മേൽ ആഡംബരവുമുള്ള കാലമാണിത്. നമ്മുടെ വീടുകളിലൊക്കെ എന്താ അനുഗ്രഹങ്ങൾ, എന്താണ് ഐശ്വര്യം, ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് നമ്മുടെ കല്യാണങ്ങളിൽ വിളമ്പി നശിപ്പിച്ച് കളയുന്നത്. ആൾക്കാരെ ഞെട്ടിക്കാനാണ് ഉണ്ടാക്കുന്നത്, മനുഷ്യന്മാർക്ക് തിന്നാനല്ല, ഞെട്ടിക്കാൻ. ആടിനെ ഇരുത്തിയിട്ടും സുജൂദ് ചെയ്തിട്ടും കിടത്തിയിട്ടും ഒക്കെ കൊടുക്കാൻ, ബാർബിക്യൂ ചെയ്തിട്ട്. എന്തിന്? ഞെട്ടിക്കാൻ. മുഴുവൻ വരുന്നത് കൊളസ്ട്രോൾ ഉള്ളവരെ. നാട്ടിലും മൊത്തം ഈ കല്യാണത്തിന് ഇറങ്ങിയ കൊളസ്ട്രോൾ വരൂലേ, ഉറപ്പന്നല്ലേ, എന്നും സൽക്കാരം. എന്നിട്ട് നമുക്ക് കൊണ്ടുപോയി വേസ്റ്റാക്കി കളയാൻ. അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് ഓർത്തിട്ട് ചെയ്തോളൂ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, 3 കാരക്ക കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. എന്റെ ഉമ്മയും 2 കുട്ടികളുമാണുള്ളത്, അവർക്ക് കൊടുക്കാലോ. ഞാൻ 3 കാരക്ക ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. 1 ഉമ്മാക്കെടുത്തു, 2 കാരക്ക 2 പെൺകുട്ടികൾക്ക്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ഈ രംഗം വല്ലാത്ത ഗൗരവത്തിലാണ് വീക്ഷിച്ചത്. ആയിഷ ബീവി പറയാണ്, ഞാൻ നോക്കുമ്പോൾ ആ 2 പെൺകുട്ടികളും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് 2 കാരക്കയും പെട്ടെന്ന് തിന്നു. 2ഉം ഓരോരുത്തർക്കും 1 കിട്ടിയുള്ളൂ. ഓരോ പെൺകുട്ടിയും ഓരോന്ന് പെട്ടെന്ന് തിന്നു. 1 കാരക്ക ഇനി ഉമ്മയുടെ വായിലേക്ക് പോകാൻ പോകുന്നു. ഉമ്മ അത് വായയിലേക്ക് ഉയർത്തിയപ്പോഴേക്കും ഓരോ പെൺകുട്ടിയും പറഞ്ഞു, ഉമ്മ അതെനിക്ക് വേണം, അതെനിക്ക് വേണം, എന്റെ വിശപ്പ് തീർന്നിട്ടില്ല. 3 ദിവസമായി തിന്നാത്ത ഈ ഉമ്മ, 3 ദിവസമായി തിന്നിട്ടില്ലാത്ത മക്കള്, അവർക്ക് 3 കാരക്ക കിട്ടിയിട്ട് ഓരോ കാരക്ക തിന്ന മക്കൾ ഉമ്മയുടെ 1 കാരക്കയെ നോക്കി, അത് ഉമ്മ തിന്നേണ്ടതാണ്, ഉമ്മ ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വായയിലേക്ക് കൊണ്ടുപോയിരുന്ന ആ ഉമ്മ അത് താഴെയെടുത്ത് 2 കഷ്ണമാക്കി, ഒരു പകുതി ഒരു മോൾക്കും മറ്റേ പകുതി മറ്റൊരു മോൾക്കും കൊടുക്കുന്നത് നബിയേ. ഫഅജബനി ഹനാനുഹാ, ആ ഉമ്മ കാണിച്ച സ്നേഹം എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. നബി പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് ഈ വിവരം വിവരിച്ചു കൊടുത്തപ്പോ നബി തങ്ങളുടെ മറുപടി വന്നു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്നഹ വഅതഖഹാ ബിഹാ മിനൻ നാർ. കാരക്ക 2 ചീളാക്കി 2 ഭാഗമാക്കി പാതിയാക്കി തന്റെ പ്രിയപ്പെട്ട 2 മക്കൾക്ക് കൊടുത്തതിന്റെ ഫലമായി ഈ പെണ്ണിന് അല്ലാഹു നരകമോചനം കൊടുത്തിട്ടുണ്ട്. ആയിഷ ഇത് കാരണം അല്ലാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. സഹോദരന്മാരെ, ഭാര്യമാരുള്ളവർ, കല്യാണം കഴിഞ്ഞവർ, കുഞ്ഞിന് അസുഖമാകുമ്പോ, കുഞ്ഞിന് പനി പിടിക്കുമ്പോ, കുഞ്ഞിന് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോ, തിരിഞ്ഞും മറിഞ്ഞും നിങ്ങൾക്ക് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഉറങ്ങാൻ കഴിയാതെ വരുമ്പോ തൊട്ടടുത്ത റൂമിലേക്കോ ലോബിയിലേക്കോ കൊറിഡോറിലേക്കോ പോയിട്ട്, അല്ലെങ്കിൽ വേറെ ബെഡ്റൂം നോക്കിപ്പോയിട്ട് ഞാൻ സ്വസ്ഥമായി ഉറങ്ങട്ടെ, നീ കുഞ്ഞിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഉമ്മയെയും കുഞ്ഞിനെയും ഒരു മുറിയിലാക്കി പോകുമ്പോ, ചെറുപ്പക്കാരാ, നീ ആലോചിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു വാത്സല്യമാണ് നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞിനോട് കാണിക്കുന്നത്. ആ ഭാഗ്യം നിനക്ക് കിട്ടിയില്ലല്ലോ.
ഉമ്മമാർ ചെയ്യുന്ന ഈ ത്യാഗത്തിന് പകരമായിരിക്കണം അവരുടെ കാലിന്റെ താഴെ സ്വർഗം തന്നെയുണ്ട് എന്ന് മുത്തനബി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്നേഹം കൊടുത്ത് വളർത്തിയ ഉമ്മമാർ, അവരെ താലോലിച്ച് കൈക്കുഞ്ഞുങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന ഈ പെൺകുട്ടികൾ, ഈ ആൺമക്കൾ 10-20 വയസ്സാകുമ്പോഴേക്കും ഉമ്മ, ഞാൻ എന്റെ തോന്നിയവന്റെ കൂടെ പോവുകയാണ്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് കൊഞ്ഞനം കാണിച്ച് അവരുടെ കണ്ണുനീരിന് വില കൊടുക്കാതെ തന്റെ പ്രേമവും താൻ അവർക്ക് കൊടുത്ത വാക്കുമാണ് വലുതെന്ന് പറഞ്ഞ് ഉമ്മയെ വാപ്പയെ കണ്ണീരിലാഴ്ത്തി പോകുന്ന മക്കളൊന്ന് ഓർക്കുന്നുണ്ടോ? 2 കൊല്ലത്തെ ചിരിയാണ് നിന്റെ കാമുകനും കാമുകിയും നിനക്ക് തന്നത്. 20 വയസ്സുവരെ നീ വളർന്നപ്പോ ഇനി അങ്ങോട്ട് വളരാനിരിക്കുമ്പോ മുഴുവനും നിനക്ക് സ്നേഹമല്ലാതെ മറ്റൊന്നും തരാൻ അറിയാത്ത പ്രിയപ്പെട്ട ഉമ്മയെ, പ്രിയപ്പെട്ട വാപ്പയെ കോടതിയുടെ വരാന്തയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉമ്മയുടെ കൂടെ പോകുന്ന മോളെ, വാപ്പയുടെ കൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്റെ കാമുകൻ ഇന്നാലിന്ന മതക്കാരൻ, അവന്റെ മതവും ജാതിയും എനിക്ക് പ്രശ്നമല്ല, എന്റെ സമൂഹവും എന്റെ മഹല്ലും എന്റെ നാട്ടുകാരും എനിക്ക് പ്രശ്നമല്ല, ഞാൻ അവന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് ഉമ്മയെ വാപ്പയെ കണ്ണീരിലാഴ്ത്തുന്ന മക്കൾ ഓർക്കണേ, നിങ്ങൾക്ക് സമാധാനം ഈ ലോകത്തും പരലോകത്തും അല്ലാഹു എങ്ങനെ തരും? എങ്ങനെ തരും? 2 കൊല്ലത്തെ ചിരിക്ക് പകരമാണോ 20 കൊല്ലത്തെ മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹം? അവരല്ലേ വളർത്തിയത്. നമ്മളെ മക്കൾ എന്താ മറന്നു പോകുന്നത്? കോളേജിലെത്തുമ്പോഴേക്കും മറക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞു വരുന്ന സർവ്വ പെൺകുട്ടികൾക്കും ബോയ് ഫ്രണ്ടുകളുണ്ട്. ആണ് അത്ഭുതം. ഡിഗ്രി കഴിഞ്ഞു വരുന്ന ആൺകുട്ടികൾക്ക് ഗേൾ ഫ്രണ്ടുകളുണ്ട്. അവര് കല്യാണം തീരുമാനിച്ചിട്ടാ വരുന്നത്. പുരക്കാര് പറയേണ്ടതില്ല, ഒരേ വയസ്സ്, ഏജ് വ്യത്യാസമുണ്ടാകുന്നത് ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിന്റെ പ്രകൃതമനുസരിച്ച് നോക്കിയാൽ മിനിമം 3, 4, 5 വയസ്സ് വരെ ഡിഫറൻസ് ഉണ്ടെങ്കിലേ മുന്നോട്ടുള്ള ജീവിതത്തിൽ 2 പേർക്കും ഒരേ കാഴ്ചപ്പാടിലൂടെ ജീവിക്കാൻ കഴിയൂ. ശരീരം തളരുന്നവരാണ് പെണ്ണുങ്ങൾ. അവൻ പറയും എന്റെ ക്ലാസ്മേറ്റ് ആണ് അവള്, എനിക്ക് അവള് തന്നെ മതി. അവള് പറയും എന്റെ ക്ലാസ്മേറ്റ് ആണ് ഇവൻ. 2 പേർക്കും വയസ്സ് 22. മോനെ ഇത് പറ്റില്ല മോനെ, നമുക്ക് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അവരുടെ ദീൻ, അവരുടെ വീട്ടുകാർ, അവരുടെ സംസ്കാരം ഇതൊക്കെ നോക്കണം മോനെ എന്ന് പറയുമ്പോ ഒരു കൗൺസിലർ പറയുന്നതും കേൾക്കാതെ, ഒരു ഉസ്താദ് പറയുന്നതും കേൾക്കാതെ, ആര് പറഞ്ഞതും ചെവിക്കൊള്ളില്ല. കടുത്ത അന്ധത, ടോട്ടൽ ബ്ലൈൻഡ്നെസ്. എന്നിട്ട് സ്വന്തം മാതാപിതാക്കളെ കണ്ണീരിലാട്ടുന്നവർ, സ്വന്തം മക്കൾ തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് പോകേണ്ടതിന് പകരം അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഈ ഉമ്മയും വാപ്പയും പറഞ്ഞത്. അത് കാറ്റിൽ പറത്തി നടത്തുമ്പോൾ എന്തൊരു വേദനയാണ് ആ ഉമ്മാക്കുണ്ടാവുക, എന്തൊരു വേദനയാണ് ആ വാപ്പ അനുഭവിക്കുന്നത്. മോളെ, നീയും കല്യാണം കഴിക്കും അല്ലേ? നീ നിന്റെ കാമുകന്റെ കൂടെ പോവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, 5 കൊല്ലം കഴിഞ്ഞാൽ നിനക്കും മക്കൾ ജനിക്കും. ആ കുഞ്ഞ് നിന്നോട് ഇപ്പണി കാണിക്കുമ്പോൾ നിനക്ക് ഓർമ്മ വരും, ഒരു 10-15 കൊല്ലം മുമ്പ് ഞാൻ എന്റെ വാപ്പയോട് ചെയ്തതിന്റെ പ്രതികാരമാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാകും. മക്കളെ ആലോചിച്ചോളൂ. ജീവിതം കുട്ടിക്കളിയല്ല. കല്യാണം എന്നത് അഡ്വഞ്ചറായി ചെയ്യേണ്ട. കല്യാണം എന്നത് സുന്നത്താണ്, ഹബീബിന്റെ സുന്നത്താണ്. ഹബീബിന്റെ സുന്നത്തല്ലേ അത്? ഇബാദത്തല്ലേ അത്? അതിനൊക്കെ പവിത്രതയില്ലേ? അതിന് വേണ്ടതും വേണ്ടാത്തതുമില്ലേ? ഇത് മനസ്സിലാക്കി ചെയ്ത് ജീവിതം സുരക്ഷിതമാക്കേണ്ടതിന് പകരം പൈശാചികമായ ടെംപ്റ്റേഷനിൽ പെട്ടുപോകല്ലേ നമ്മുടെ മക്കൾ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് സൽബോധം തരട്ടെ. അല്ലാഹു സൽബോധം തരട്ടെ. ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്നഹ. ആ 2 ഈത്തപ്പഴത്തിന്റെ 2 ചീളുകൾ ആ മക്കൾക്ക് കൊടുത്തതിന്റെ പേരിൽ ഉമ്മ തിന്നാതെ മക്കൾ പട്ടിണി കിടക്കണ്ട എന്ന് വിചാരിച്ചും ഉമ്മ ഭക്ഷണം കഴിക്കാതെ 4ാമത്തെ ഒരു ദിവസത്തിലേക്ക് പട്ടിണിയിലേക്ക് പോയ ആ ഉമ്മാക്ക് അല്ലാഹു സ്വർഗം കൊടുത്തു എന്ന് മുസ്ലിം പറഞ്ഞത് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.